കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ ഇന്ന് അടുത്ത് പഠിക്കാൻ പോകുന്നത് ഡ്രോ കോഡിനെ കുറിച്ചാണ്. ഓക്കെ, അടുത്ത ടൈപ്പ് റൈറ്ററിൻ്റെ ഒരു പാർട്ടാണ് ഡ്രോ കോഡ്. ഏതാണ് സംഭവം ഡ്രോ കോഡ്? ഓക്കെ, അതിനെക്കുറിച്ച് പഠിക്കാം. അപ്പോൾ എന്താണ് ഡ്രോ കോഡ്? ഡ്രോ കോഡിൻ്റെ വേറെ പേരാണ് ഡ്രോ ബാൻഡ് എന്ന് പറയും, ഡ്രോ സ്ട്രാപ്പ് എന്നും പറയും കേട്ടോ. ഡ്രോ കോഡിനെ ഡ്രോ ബാൻഡ് എന്നും ഡ്രോ സ്ട്രാപ്പ് എന്നും പറയും. One edge of the draw cord is hooked with the main spring drum and the other edge is hooked with carriage end. ഈ ഡ്രോ കണ്ടോ, ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഡ്രോ കോഡ്. അപ്പോൾ ഇതിൻ്റെ ഒരു എൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ഏതിൽ ആണ് എന്താ കൊളുത്തിയിട്ടിരിക്കുന്നത്? മെയിൻ സ്പ്രിങ് ഡ്രമ്മിലും മറ്റൊന്ന് ക്യാരേജ് എൻഡിലാണ് ഹുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഡ്രോ കോഡ് സ്റ്റിഫ് സ്ട്രാപ്പ് ക്ലോത്ത് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു. ഓക്കെ, ഡ്രോ കോഡ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? സ്റ്റിഫ് സ്ട്രാപ്പ് ക്ലോത്ത്. ഓക്കെ, സ്റ്റിഫ് സ്ട്രാപ്പ് ക്ലോത്ത് അതുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഡ്യൂ ടു ദ മെയിൻ സ്പ്രിങ് ടെൻഷൻ ദ കണക്റ്റഡ് ഡ്രോ കോഡ് പുൾസ് ദ ക്യാരേജ് ടുവേർഡ്സ് ലെഫ്റ്റ്. മെയിൻ സ്പ്രിങ് ടെൻഷൻ ഉള്ളതുകൊണ്ട് ഡ്രോ കോഡ് എന്ത് ചെയ്യും? ഡ്രോ കോഡ് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ രണ്ടെണ്ണത്തിലാണ് കണക്ട് ചെയ്തത്. ഏതിലൊക്കെയാണ്? മെയിൻ സ്പ്രിങ് ഡ്രമ്മിലും നമ്മുടെ ക്യാരേജ് എൻഡിലുമാണ് കണക്ട് ചെയ്ത്. അപ്പോൾ മെയിൻ സ്പ്രിങ് ടെൻഷൻ വരുമ്പോൾ ഈ ഡ്രോ കോഡ് എന്ത് ചെയ്യും? ക്യാരേജിനെ ലെഫ്റ്റിലോട്ട് പുള്ള് ചെയ്യും. അപ്പോൾ ഇതിൽ നിന്നൊരു കുഞ്ഞു ടോപ്പിക്കാണ്, ഡ്രോ കോഡിനെ കുറിച്ചൊരു കുഞ്ഞു ടോപ്പിക്കാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇതൊരു കുഞ്ഞു ടോപ്പിക്കാണ്. ബൈ.